നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നു. DGP ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. പതിവ് കൂടിക്കാഴ്ചയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. തൃശൂരിൽ ATMകൾ കൊള്ളയടിച്ച പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഗ്യാസ് കട്ടറും ATM ട്രേകളും കണ്ടെത്തി. കരുവന്നൂർ ബംഗ്ലാവ് ചേലക്കടവിൽ ഗുണ്ടാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ദുർഗാനഗർ സ്വദേശികളായ പേച്ചേരി വീട്ടിൽ സുധാകരൻ, പേയിൽ വീട്ടിൽ സലീഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സാഹിത്യകാരൻ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവിന് 48ാം വയലാർ അവാർഡ്. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ കാറും ബസും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ആലുവ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ആലുവയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കാർ യാത്രികർ. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം മിനി ലോറിയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ മിനി ലോറിയുടെ പിൻവശം ബസിൽ തട്ടിയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഓട്ടോ ടാക്സി ലോറിക്ക് പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ മതിലകം പൂളിമുട്ടം പൂന്നിലത്ത് വീട്ടിൽ യൂസഫിന്റെ ഭാര്യ നഫീസയെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം വറ്റിയത് മുണ്ടകൻ കൃഷിക്കൊരുങ്ങുന്ന കർഷകരെ പ്രതിസന്ധിയിലാക്കി. പാടങ്ങളിൽ ആവശ്യത്തിന് വെള്ളമില്ലാതായതോടെ ഉഴവ് നടത്താൻ സാധിക്കാതെ നടിൽ നീട്ടിവെക്കുകയായിരുന്നു. ഏങ്ങണ്ടിയൂർ ചേറ്റുവ പടന്ന പുളിക്കക്കടവ് തീരദേശ റോഡിന്റെ ഇരുവശങ്ങളിലുമായുള്ള പുൽക്കാടുകൾ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. പുൽക്കാടുകൾ വെട്ടി വൃത്തിയാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്ന പേരിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടിയിൽ സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാറിനെതിരെ പോലീസിൽ കള്ളപ്പരാതി കൊടുത്ത സെക്രട്ടറിയും ചെയർമാനും മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ആദ്യ മെഡൽ. ഗുജറാത്തിൽ നടക്കുന്ന 68ാമത് ദേശീയ സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ 25 കിലോ വിഭാഗത്തിലാണ് പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥി ആശിഷ് നഹാക് വെങ്കല മെഡൽ നേടിയത്. മതിലകം 16ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടിയുടെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. E. T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ. കൊടുങ്ങല്ലൂർ DYSP ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നും ലൈസൻസ് ഫെഡ്. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച സ്തോത്ര മണ്ഡപത്തിന്റെ സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M. K. സുദർശൻ നിർവഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് അധ്യക്ഷനായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു M. ജോണി എന്നിവരുടെ അനിശ്ചിതകാല നിരാഹാരം 2ാം ദിവസവും തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും മുൻകൈയെടുത്ത് പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാരം. കുട്ടനല്ലൂർ സാംസ്കാരിക കാരുണ്യ വേദിയുടെ നേതൃത്വത്തിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടന്നു. തൃശൂർ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ ഭാവഗായകൻ P. ജയചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. 57 വർഷങ്ങൾക്ക് ശേഷം മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യ SSLC ബാച്ചിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുകൂടി. അധ്യാപകൻ കൃഷ്ണൻകുട്ടിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കടവല്ലൂർ പുത്തംകുളം ആലുംതയിൽ പാറയ്ക്കൽ പരേതനായ റഫീഖിന്റെ വീട്ടുമതിലിനോട് ചേർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ സമാഹരിച്ചു തള്ളിയ മാലിന്യ ചാക്കുകൾ എടുത്തുമാറ്റാത്തതിൽ പ്രതിഷേധം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ ചാക്കുകളാണ് 1 വർഷത്തോളമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. മറ്റത്തൂർ താളൂപ്പാടത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചിയാക്കി പാചകം ചെയ്യാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. കിള്ളിമംഗലം സ്വദേശികളായ കാങ്കലാത്ത് വീട്ടിൽ KR രാജേഷ്, ചക്കുംപറമ്പ് വീട്ടിൽ ഷഫീഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 1 പ്രതി ഓടി രക്ഷപ്പെട്ടു. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും വരന്തരപ്പള്ളി കച്ചേരിക്കടവ് പാലം റോഡ് നിർമ്മാണം തുടങ്ങിയില്ല. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്.
NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സർക്കാർ ജീവനക്കാരുടെ കലോത്സവം തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിലെ അഷ്ടമിരോഹിണി കലാസംഘത്തെ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് യാത്രയാക്കി. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായുള്ള ഗരുഡ സേവാ ചടങ്ങിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് സംഘം യാത്രയായത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗൺ ഹാളിൽ നഴ്സറി വിദ്യാർത്ഥികൾക്കായി കിൻഡ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് കിൻഡ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന സംഗീതോത്സവം പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ അടിതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കടങ്ങോട് പഞ്ചായത്ത് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 1,60,700 രൂപ MLA AC മൊയ്തീന് കൈമാറി. കടങ്ങോട് പഞ്ചായത്ത് CITU കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം MP നിർവഹിച്ചു. വെങ്കിടങ് പടിഞ്ഞാറെ കരിമ്പാടം കോൾപടവിൽ പരമ്പരാഗത രീതിയിൽ നടീൽ ഉത്സവവും പുതിയ പമ്പ് സെറ്റ് ട്രാൻസ്ഫോമർ എന്നിവയുടെ പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. മുരളി പെരുന്നെല്ലി MLA നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA ഫലകം അനാച്ഛാദനം ചെയ്തു. തൃശൂർ അക്വാട്ടിക് ക്ലബിന്റെ ഓണാഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.